അറിയാം ആറ്റുകാലും അതുപോലെ തന്നെ പത്മനാഭന്റെ അടുത്തുമൊക്കെ നിരവധി ആളുകൾ, ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ തിരക്ക് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. വർഷയ്ക്ക് പിറകിലും നിരവധി ആളുകളെ കാണുന്നുണ്ട് നമുക്ക് ഫ്രെയിമിൽ നിന്ന്. പറയൂ അവിടുത്തെ വിശേഷങ്ങൾ. തീർച്ചയായും അമൃത, ആറ്റുകാൽ പൊങ്കാല അതൊരു ഉത്സവം തന്നെയാണ്, ആവേശം തന്നെയാണ്, സന്തോഷം തന്നെയാണ്. അതൊരു സ്നേഹത്തിന്റെ ഒക്കെ ഒരു ഒത്തുകൂടലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അട്ടകുളങ്ങരയിലാണ്. അട്ടകുളങ്ങരയിൽ ഇങ്ങനെ ഭക്തജന പ്രവാഹമാണ്. നമ്മളിങ്ങനെ പൊങ്കാല ഇടുന്ന അമ്മമാരിലേക്ക് മാത്രമല്ല, ഈ വഴിയിലെ തിരക്ക് എങ്ങനെയാണ് എന്നതും കൂടി ഒക്കെയാണ് നോക്കുന്നത്. എന്തായാലും ആ സ്നേഹവും കരുതലും പരസ്പരമുള്ള സഹകരണവും ഒക്കെ ഊട്ടി ഉറപ്പിച്ച തിരുവനന്തപുരത്തിന്റെ ആ മഹാ ഉത്സവം ആറ്റുകാൽ പൊങ്കാല അതിങ്ങനെ ആവേശം ഉൾക്കൊണ്ട് അതിങ്ങനെ അതേ ഒരു ഒഴുക്കിൽ ഇങ്ങനെ നീങ്ങുകയാണ്. ഭക്തജന പ്രവാഹമാണ്. ഇപ്പോൾ സമയം 10 മണിയായിരിക്കുന്നു. പക്ഷേ 10 മണി ആകുമ്പോൾ തന്നെയും ഈ വഴികളിലെ തിരക്ക് അത് വലിയ തിരക്കാണ്. വാഹനങ്ങൾക്കൊക്കെ അങ്ങോട്ട് കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കണ്ടം ആ നിലയിലാണ്. തിരക്കുകൾ മാത്രമല്ല, കച്ചവടമെല്ലാം ഇങ്ങനെ പൊടിപൊടിക്കുകയാണ്. ഈ വൈകിയ വേളയിലും ഓരോ ചെറിയ ഈ കച്ചവടം നടത്തുന്ന ആളുകൾക്ക് മുന്നിലൊക്കെ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാനൊക്കെ നിൽക്കുന്ന അമ്മമാർ, അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾ, അങ്ങനെ അവരൊക്കെ ഇങ്ങനെ ഇത് കണ്ട് ആസ്വദിച്ച് ആ ആറ്റുകാൽ പൊങ്കാലയുടെ ആ ഒരു ഉത്സവ ലഹരി ഇങ്ങനെ ഉൾക്കൊണ്ട് തന്നെയാണ് ഈ പൊങ്കാല മഹോത്സവത്തിന് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ വൈകിയ വേളയിലും ഈ കച്ചവടം ഇങ്ങനെ തകൃതിയായി നടക്കുന്നുണ്ട്. അങ്ങനെ ഈ രാത്രി സമയം ഈ ലൈറ്റുകളൊക്കെ കണ്ട് ആ ദീപപ്രഭയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഈ വഴിയിലൂടെ നീങ്ങുന്ന ആളുകളൊക്കെയാണ് നമ്മളിങ്ങനെ കാണുന്നത്. അമ്മമാരൊക്കെ ഇങ്ങനെ ഈ ആറ്റുകാൽ പൊങ്കാലിടാൻ വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ആറ്റുകാൽ പൊങ്കാല അത് എന്നും ആറ്റുകാലമ്മയെ കണ്ട് തൊഴുത് പൊങ്കാല അർപ്പിക്കുക, അത് മനസ്സിന് നൽകുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് എന്നൊക്കെയാണ്. എന്തായാലും ഇങ്ങനെ നമുക്ക് ഈ പ്രതികരണങ്ങളൊക്കെ കടക്കാൻ അമ്മമാരും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ആറ്റുകാൽ ഒരു അമ്മ വരുന്നുണ്ട്, നമുക്ക് ചോദിക്കാം. ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ആഘോഷമാണ് ഇപ്രാവശ്യത്തെ 2026 എന്ന് പറയുന്നത്. 2026 വർഷം എന്ന് പറയുന്നത് സാധാരണത്തെക്കാൾ അതിഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. എവിടെന്നാ വരുന്നത് ചേട്ടൻ? എവിടെന്നാ? സിറ്റിക്കകത്ത് തന്നെ വലിയവള എന്ന് പറയും. സ്ഥലമൊക്കെ കിട്ടിയോ പൊങ്കാല ഇടാനൊക്കെ? വൈഫിന് കിട്ടി, സ്ഥലം കിട്ടി, ശ്രീവരാഗത്ത് കിട്ടി. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ സെറ്റ് ആക്കുകയാണ്, അടിപൊളി ആക്കുകയാണ് ഈ പൊങ്കാല. അടിച്ച് പൊളിക്കുകയാണ് ഇപ്രാവശ്യത്തെ പൊങ്കാല എന്ന് പറയുന്നത്. എല്ലാം അടിപൊളിയായി തന്നെ ഇങ്ങനെ നടക്കട്ടെ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അവരൊക്കെ ഇങ്ങനെ ആ ഉത്സവം ആഘോഷിക്കുകയാണ്. ഉത്സവം ഹൃദയത്തിൽ ഉൾക്കൊണ്ട് തന്നെ അതെല്ലാം ആസ്വദിച്ച് ആഘോഷിച്ച് ഇങ്ങനെ ഈ വഴികളിലൂടെ ഒക്കെ നീങ്ങുകയാണ്. ആ തിക്കും തിരക്കും ഒക്കെ കണ്ട് ആസ്വദിച്ച് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ആറ്റുകാലമ്മയെ കണ്ട് തൊഴുത് മനസ്സോടെ തൊഴുത് വണങ്ങി തിരികെ വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് ഓരോ ഭക്തജനങ്ങളുടെയും പ്രധാന ലക്ഷ്യം. അത് ഈ ആറ്റുകാൽ അമ്മയെ കണ്ട് നേരിട്ട് തൊഴുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം. പക്ഷേ ആ നിലയിൽ ഭക്തജന തിരക്കുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തിരക്കാണ് ഇത്തവണ അനുഭവപ്പെടുന്നത്. നാളെയാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം എന്ന് തന്നെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നിരവധി ആളുകളാണ് അവിടേക്ക് എത്തിച്ചേരുന്നത്. വിവരങ്ങളാണ് സ്മിത ഹരിദാസ്, ലിഡിയ ജേക്കബ്, വർഷ വിജയൻ എന്നിവർ തത്സമയം പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.